എടോ, അവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാ അവൻ ഇത്ര നാളും എൻ്റെ മോൾക്ക് മെസ്സേജ് അയച്ചതും അവളെ കോണ്ടാക്ട് ചെയ്യുന്നതും? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? കേശവൻ പറഞ്ഞത് ഒരിടുത്തി പോലെ അവളുടെ കാതുകളിൽ തുളഞ്ഞു കയറിയിരുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എൻ്റെ ഇന്ദ്രേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കുറപ്പാ. ആരോടുന്നില്ലാതെ അവളുടെ ഒച്ച ഉയർന്നുകൊണ്ടിരുന്നു. അല്ല, ഈ കുട്ടി ഏതാ? കേശവൻ സംശയത്തോടെ ലക്ഷയെ നോക്കി രവിയോടായി ചോദിച്ചു. എൻ്റെ മരുമകളാണ്, ലക്ഷാത്മിക ഇന്ദ്രജിത്ത് മേനോൻ. രവി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, ഇവിടെ ഒരുത്തി ഉണ്ടായിട്ടാണോ അവൻ എൻ്റെ മോളെ ഇപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നത്? കേശവൻ ദേഷ്യത്തിൽ അലറി. ഇല്ല, എൻ്റെ ഇന്ദ്രേട്ടൻ ആവില്ല അത്. നിങ്ങൾക്ക് വെറുതെ തോന്നിയതാവും. എനിക്ക് എൻ്റെ ഇന്ദ്രേട്ടനെ അറിയാം. എന്നെ പറ്റിക്കാന്ന് കരുതണ്ട ആരും. അവൾ അയാളെ നോക്കി ഉറച്ച വാക്കുകളോടെ പറഞ്ഞു. നിന്റെ ഒരു ഇന്ദ്രേട്ടൻ! ദേ കൊച്ചെ, ഒരു ഉപദേശം ഞാൻ തരാം. വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. അവൻ ആള് ശരിയല്ല. അല്ലെങ്കിൽ നിന്നെ പോലൊരു കുട്ടിയെ വീട്ടിലിരുത്തിയിട്ട് അവനെങ്ങനെ എൻ്റെ മോളുടെ പിന്നാലെ? ഛേ! അയാൾ പുച്ഛത്തോടെ പറയെ അവളുടെ ഒച്ച ഉയർന്നു. മതി, നിർത്ത്. എനിക്ക് കേൾക്കണ്ട. എൻ്റെ ഇന്ദ്രേട്ടനെ പറ്റി ആരും മോശം പറയരുത്. എനിക്ക് കേൾക്കണ്ട. എനിക്കറിയാം എൻ്റെ ഇന്ദ്രേട്ടൻ എൻ്റെയാ. എൻ്റെ ഇന്ദ്രേട്ടനെ ആർക്കും എന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ല. ഞാൻ വിട്ടുതരില്ല. ഇറങ്ങിപ്പോ, ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ദേഷ്യത്തിൽ പുലമ്പിക്കൊണ്ട് ലക്ഷ അയാളെ പിടിച്ചു തള്ളി. ആമി മോളെ. കണ്ടുനിന്ന ദേവ ഓടിച്ചെന്ന് അവളെ പിടിച്ചു മാറ്റി. രവി കേശവനെയും താങ്ങി. ചേച്ചി പോവാൻ പറ, എൻ്റെ ഇന്ദ്രേട്ടൻ എൻ്റെയാന്ന്. കരഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് ചാഞ്ഞിരുന്നു അവൾ. ഇങ്ങനെ വട്ടുപിടിച്ചൊരു പെണ്ണിനെയാണോടോ താൻ തൻ്റെ മകൻ്റെ ഭാര്യയാക്കിയത്? കഷ്ടം. ചുമ്മാതല്ല അവൻ എൻ്റെ മോളുടെ പുറകെ നടക്കുന്നത്. അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഇവളെ കൊണ്ട് പറ്റില്ലായിരിക്കും. അയാൾ പുച്ഛത്തോടെ പറയെ ദേവി ദേഷ്യം നിറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട് നെഞ്ചുപൊട്ടിക്കരഞ്ഞ് ആ പെണ്ണിൻ്റെ ഉടലാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം. കേശവ! രവി ദേഷ്യത്തിൽ അലറി വിളിച്ചു. അയാൾ മുഖം ചരിച്ച് നോക്കി രവിയെ. എന്താടോ രവി, ഇന്നുവരെ എൻ്റെ പേരെടുത്ത് വിളിക്കാത്ത താന് ഇന്ന് ഭ്രാന്തി പെണ്ണിന് വേണ്ടി എൻ്റെ പേര് വിളിച്ചിരിക്കുന്നു. എന്താടോ ഇവളെ പറഞ്ഞപ്പോൾ തനിക്ക് പൊള്ളിയോ? കേശവൻ പുച്ഛത്തോടെ രവിയെ നോക്കി. കേശവൻ്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. പിന്നെ ഞാൻ വളർത്തിയ എൻ്റെ മോനെ മറ്റാരേക്കാളും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് താൻ കൂടുതൽ വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. നിന്ന് ക്ഷീണിച്ചേക്ക് പോകാൻ നോക്ക്. രവി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. എടോ രവിമേനോനെ, ഇതിന് താൻ അനുഭവിക്കും. ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. താൻ എന്നെ അപമാനിച്ചു അല്ലേ? കാണിച്ചു തരാടോ ഞാൻ. പുച്ഛത്തോടെയും വർദ്ധിച്ച ദേഷ്യത്തോടെയും രവിക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് കേശവൻ ദേവിയുടെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരയുന്ന ലക്ഷയെ ഒന്ന് നോക്കി. എന്തൊരു സൗന്ദര്യമാണ് ഈ പെണ്ണിന്! ഞാൻ ആഗ്രഹിച്ച ഇന്ദ്രജിത്ത് മേനോന്റെ സ്വത്തിന് അവകാശി. ഇനിയൊരു കുഞ്ഞുകൂടി വന്ന പിന്നെ ഒരിക്കലും അവൻ്റെ സ്വത്തുക്കൾ തൻ്റെ കാൽക്കലെത്തില്ല. എന്ത് വില കൊടുത്തും അതെല്ലാം തിരിച്ചു പിടിച്ചേ മതിയാവൂ. ത്രയംബകത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ അയാൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ലക്ഷ മോളെ, അയാൾ ഒരു പ്രത്യേക ടൈപ്പാണ്. മോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. ജിത്തുവിന് മോൾക്കറിയാലോ. ലക്ഷയുടെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് രവി പറയെ അവൾ തല ഉയർത്തി അയാളെ നോക്കി. എന്നെ എന്തും പറഞ്ഞോട്ടെ അച്ഛ, പക്ഷേ എൻ്റെ ഇന്ദ്രേട്ടൻ. വിങ്ങി പൊട്ടിയിരുന്നു അവൾ ആ നിമിഷം. ദേവ മോളെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തു മോളെ. കരഞ്ഞ് ക്ഷീണിച്ചു പോയി അച്ഛൻ്റെ കുട്ടി. അവളുടെ മുടിയിൽ തഴുകി രവി പറയെ അവൾക്ക് പെട്ടെന്ന് അവളുടെ അച്ഛനെ ഓർമ്മ വന്നു. ഇന്ന് ആ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പൊതിഞ്ഞു പിടിച്ചേനെ, തൻ്റെ വേദനകളിൽ താങ്ങായേനെ. ഓരോന്നോർക്കെ അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നിപ്പോയി. ദേവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ലക്ഷ പോയതും ഇന്ദുവും ലക്ഷ്മിയും രവിയുടെ അടുത്തേക്ക് ചെന്നു. രവിയേട്ടാ, എന്തൊക്കെ കേൾക്കുന്നേ? ലക്ഷ്മി ആവലാതിയോടെ അയാളെ നോക്കി. എനിക്കൊന്നും അറിയില്ല ലക്ഷ്മി. ജിത്തു അവൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. രവി ആശയക്കുഴപ്പത്തിലായി. ഇല്ല അച്ഛാ, എനിക്കുറപ്പാ. ലക്ഷമോൾ പറഞ്ഞ പോലെ ജിത്തു ഒരിക്കലും അവളെ മറന്ന് മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ പോവില്ല. ഇന്ദു ഉറപ്പോടെ രവിയോടായി പറഞ്ഞു. എന്തായാലും ജിത്തു വരട്ടെ, നമുക്കിതിനെപ്പറ്റി അവനോട് ചോദിക്കാം. ലക്ഷ്മി പറയെ ഇരുവരും അത് ശരിവെച്ചു. സന്ധ്യയോടടുത്തതും ജിത്തുവും ശിവനും സഞ്ജുവും ജനനിക്കും ദേവിക്കും കുഞ്ഞിനെയൊക്കെ ആവശ്യമുള്ളതൊക്കെ ഗോവണിയിൽ നിന്നും എടുത്തിട്ട് വന്നു. ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മൂവരും ഹാളിലേക്ക് കയറിയതും കണ്ടു. നല്ല ഇരുട്ടായിരുന്നു. അമ്മ, ലക്ഷ, എന്താ ഇത്? ഇവിടെ ഒന്നും ലൈറ്റ് ഇട്ടില്ലല്ലോ. ജിത്തു ഹാളിലെ സ്വിച്ച് ഇട്ടുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഹാളിൽ വെട്ടം തെളിഞ്ഞതും കാണുന്നത് സോഫയിൽ ചാരിയിരുന്നുറങ്ങുന്ന രവിയെ ആയിരുന്നു. അച്ഛാ, ഇതെന്താ ഇവിടെ നിന്ന് ഉറങ്ങുന്നത്? ചിരിയോടെ ശിവൻ രവിയെ തട്ടി വിളിച്ചു. അയാൾ പതിയെ കണ്ണു ചിമ്മി തുറന്നു. എന്താ അച്ഛാ, എന്തു പറ്റി?
വിഷാദം നിറഞ്ഞ അയാളുടെ ചിരി കണ്ടതും സംശയത്തോടെ നെറ്റി ചുളിച്ചു ശിവൻ. ഹാളിൽ സംസാരം കേട്ടതും ദേവയും ഇന്ദുവും ലക്ഷ്മിയും ഹാളിലേക്ക് ചെന്നു. ജിത്തു കൊണ്ടുവന്ന ബാഗ് എടുത്ത് ടേബിളിലേക്ക് വെച്ചതും ലക്ഷ്മി ജിത്തുവിനെ വിളിച്ചു. എന്താ അമ്മ? അല്ല, അവളെവിടെ? സംശയത്തോടെ ചുറ്റും കണ്ണുകൊണ്ട് പരതുന്നതിടെ ജിത്തു ചോദിച്ചു. അവളെ കാണുന്നതിന് മുൻപ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഗൗരവത്തോടെ ലക്ഷ്മി പറയെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ അമ്മേ? അവൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. നീ കേശവൻ്റെ മോള് ആരതിക്ക് മെസ്സേജ് അയക്കാറുണ്ടോ? അവളെ വിളിച്ച് സംസാരിക്കാറുണ്ടോ? നീയും അവളും തമ്മിൽ എന്താ ബന്ധം? ലക്ഷ്മി ചോദിക്കെ അവൻ്റെ പുരികമുയർന്ന് നെറ്റി ചുളിഞ്ഞു. ലക്ഷ്മിയുടെ ആ ചോദ്യം കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്യ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നത്. അവളുമായി എനിക്കെന്ത് ബന്ധം അമ്മ? പിന്നെ ജോലിയുടെ ആവശ്യത്തിനായി അവൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചിലപ്പോൾ കോൾ ചെയ്യാറുണ്ട്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? ജിത്തു മറുപടി നൽകി. പിന്നെ അയാൾ പറഞ്ഞതോ? ലക്ഷ്മി വീണ്ടും ചോദിച്ചു. എന്ത് പറഞ്ഞത്? അമ്മയ്ക്ക് എന്തിയാ? ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണൊപ്പുള്ളപ്പോൾ എനിക്കെന്തിനാ അയാളുടെ മോളെ? എനിക്കെന്തിൻ്റെ ആവശ്യം എന്താ? അല്ല, നിങ്ങൾ എന്തിനാ ആരെങ്കിലും പറയുന്നത് കേട്ടിങ്ങനെ വെറുതെ എന്നെ ചോദ്യം ചെയ്യുന്നേ? ജിത്തു നെറ്റി ചുളിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. ലക്ഷ, ദേ നീ പറ, ഞാൻ എങ്ങനെയൊന്ന് നിന്നേക്കാൾ നന്നായി മറ്റാർക്കും മനസ്സിലാവുക, മറ്റാർക്കും അറിയുക? പറയുമോളെ, നിനക്കെന്നെ വിശ്വാസമില്ലേ? നിന്നെ അങ്ങനെ വിട്ടിട്ട് മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എൻ്റെ ഇന്ദ്രേട്ടന് പറ്റില്ലെന്ന് നിനക്കറിയില്ലേടാ? അവളുടെ ഇരു കൈകളെയും കൂട്ടിപ്പിടിച്ച് ജിത്തു ലക്ഷയോടായി ചോദിച്ചു. അവൾ നിറമിഴികളോടെ അവനെ നോക്കി. ഇന്ദ്രേട്ട, എനിക്കറിയാം, എൻ്റെ ഇന്ദ്രേട്ടനെ എനിക്ക് വിശ്വാസമാണ്. ഒരു പക്ഷേ എന്നേക്കാൾ എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നെ വിട്ടു പോവില്ലെന്നും എനിക്കറിയാം. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഇന്ദ്രേട്ട. ഇന്ദ്രേട്ടൻ എൻ്റെയാ അല്ലെന്ന് മാത്രം പറയല്ലേ. മരണം വരെ എൻ്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതി. അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറയെ. അവൻ നിറഞ്ഞ മിഴികളോടെ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് ആഞ്ഞു പുണർന്നിരുന്നു. അവൻ്റെ കണ്ണുനീർ അവളുടെ തോളിൽ വീണ് ചിതറിത്തെറിച്ചു. അവളും കരയുമായിരുന്നു ആ നിമിഷം. കണ്ടുനിന്നവരെല്ലാം ചിരിയോടെ കണ്ണീരൊപ്പി. മതി, മതിയടാ, എനിക്കത് മതി. എന്നെ വിശ്വാസമാണെന്ന് നിൻ്റെ നാവിൽ നിന്നും കേട്ടാൽ മതി എനിക്ക്. വേറൊന്നും വേണ്ട പെണ്ണെ എനിക്ക്. എന്തിനാടി നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? കണ്ണീരോടെ അവളുടെ നെറുകയിൽ മുത്തിയവൾ. ഇന്ദ്രേട്ട, കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ജിത്തു, മോളെ കൂട്ടി അകത്തേക്ക് പോ. ഇപ്പോൾ തന്നെ അയാൾ വന്ന് ഓരോന്ന് പറഞ്ഞതിൻ്റെ ഇന്ദ്രേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. കൊണ്ടുപോയി കിടത്ത്, ചെല്ലുമോനെ. രവി ജിത്തുവിനോടായി പറയെ അവൻ തലതാഴ്ത്തി തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളെ ഒന്ന് നോക്കി. മതി മതി കരഞ്ഞത്, വന്നേ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജിത്തു നടന്നു. അവൻ്റെ നെഞ്ചോടൊട്ടി അവളും. ഡി, നീ എന്തെങ്കിലും കഴിച്ചോ? ജിത്തു പോയ വഴിയെ നോക്കി ആലോചനയോടെ നിൽക്കുന്നവളെ കൂർപ്പിച്ചു നോക്കി ശിവൻ ചോദിക്കെ ഇന്ദു പെട്ടെന്ന് ഓർത്ത പോലെ അവനെ ഞെട്ടി നോക്കി. അത് പിന്നെ ശിവേട്ട, ഞാൻ ലക്ഷ്മോളെ ഓർത്തപ്പോൾ അവൾ നിന്ന് പരുങ്ങുന്നത് കണ്ടതും വഴക്ക് പറയാൻ തോന്നിയില്ല അവന്. വന്നേ. കനപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് അവളുടെ കയ്യും പിടിച്ച് ശിവൻ അടുക്കളയിലേക്ക് നടന്നു. സഞ്ചു കൊണ്ടുവന്ന ബാഗും എടുത്ത് ദേവയുടെ പിന്നാലെ മുറിയിലേക്ക് പോയി. പപ്പ എവിടെ പോയതാ? കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വന്ന് ഡോറ് തുറന്ന ആരതി മുന്നിൽ നിൽക്കുന്ന കേശവനോട് സംശയത്തോട് ചോദിച്ചു. അതെന്തിനാ നിന്നോട് പറയുന്നേ? അയാൾ അവൾക്ക് നേരെ ചീറി. ഞാൻ ടേബിളിൽ വെച്ചിരുന്ന എൻ്റെ ഫോൺ എവിടെ പപ്പ? അവൾ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം നിന്റെ ഫോൺ എവിടെയെന്ന്? എന്നോടാണോ ചോദിക്കുന്നേ? അയാൾ വീണ്ടും ഉഴപ്പൻ മട്ടിൽ അവളോട് കയർത്തു. ദേ പപ്പ, ഇന്ന് നിങ്ങൾ പോയത് എവിടെയായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ അതെൻ്റെ പേരിലാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ നിങ്ങളോട് പൊറുക്കില്ല പപ്പ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഡി, നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാനും എനിക്ക് നേരെ വിരൽ ചൂണ്ടാനും? നീ എൻ്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കും, ഇല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്തുകൊണ്ട് അയാൾ പറയെ അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞു തൂവിയിരുന്നു. അയാൾ കൈയെടുത്തതും അവൾ ആഞ്ഞു ചുമച്ചുപോയി. ഇന്ദ്രജിത്ത് മേനോൻ, അവൻ്റെ പേരുള്ള സ്വത്തുക്കളും ആസ്തി എത്രയാണെന്ന് നിനക്കറിയൂ? അതെനിക്ക് കിട്ടിയ ഞാനായിരിക്കും ഇവിടുത്തെ കോടീശ്വരൻ. അതെനിക്ക് വേണം, അത് നിന്നെ കൊണ്ടേ പറ്റൂ. അതെൻ്റെ മോള് നടത്തിത്തരും. ഭിത്തിയിൽ ചാരി നിൽക്കുന്നവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അയാൾ പറയെ അവളൊന്ന് ഞെട്ടിയിരുന്നു. നോ, ഇല്ല, ഇന്ദ്രൻ്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ്. ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല, അവൾ വാശിയോടെ പറഞ്ഞു. അയാളുടെ ഭാവം മാറി. നിൽക്കും, നീ കൂട്ടു നിൽക്കും, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല, അറിയാലോ നിനക്കെന്നെ. അയാൾ ദേഷ്യത്തിൽ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. എന്നെ കൊന്നാലും ശരി, ഞാനിതിന് സമ്മതിക്കില്ല. അവളും വിട്ടുകൊടുത്തില്ല. വാടി ഇവിടെ, തള്ളയില്ലെന്ന് കരുതി നിന്നെയൊക്കെ നോക്കി വളർത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് നടന്നു അയാൾ. വീട് പപ്പ,
അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവളെ വലിച്ചിരിച്ച് മുറിയിലേക്ക് തള്ളിയിട്ട് ഡോറ് പുറത്തു നിന്നും പൂട്ടിയിരുന്നു. ലക്ഷ തൻ്റെ നെഞ്ചോട് ചേർന്ന് തന്നെ വിടാതെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നവരുടെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് ജിത്തു വിളിച്ചു. ചെറുതായൊന്ന് മൂളിക്കൊണ്ട് ലക്ഷ അവനെ തല ഉയർത്തി നോക്കി. അയാൾ വേറെന്തൊക്കെയോ പറഞ്ഞേ അവളുടെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഇന്ദ്രേട്ടൻ കൊള്ളില്ലെന്ന് പറഞ്ഞു. പിന്നെ ആ പെണ്ണുമായി അരുതാത്ത ബന്ധമുണ്ടെന്നും എന്നെ വീട്ടിലിരുത്തിയിട്ട് അവളുടെ പിന്നാലെ ചെല്ലുവാണെന്നും ദയനീയമായ നോട്ടത്തോടെ മറുപടി പറഞ്ഞു പെണ്ണ്. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. സാരമില്ല, ഉറങ്ങിക്കോ, അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ജിത്തു. ഇന്ദ്രേട്ടൻ പോവല്ലേ? അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് അവനെ മുറുക്കെ ചുറ്റിപ്പിടിച്ചു ഇടന്നു ലക്ഷ. ഒന്ന് മൂളിക്കൊണ്ട് ജിത്തു ആലോചനയിലാണ്ടു. ലക്ഷ ഉറങ്ങിയെന്ന് കണ്ടതും ജിത്തു അവളെ പതിയെ തന്നിൽ നിന്ന് നടത്തി മാറ്റി നേരെ കിടത്തി പുതപ്പിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു മുത്തവും നൽകി അവൻ ഒരിക്കൽ കൂടെ അവളെ ഒന്ന് നോക്കി വാതിൽ ചാരി താഴേക്ക് പോയി. ജിത്തു താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ രവിയും ലക്ഷ്മിയും ശിവനും ഇരിപ്പുണ്ടായിരുന്നു. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തായി, മോളോട് ഉറങ്ങിയോ ജിത്തു? അവനെ കണ്ടതും ലക്ഷ്മി ആദിയോടെ ചോദിച്ചു. ഉറങ്ങി, അത്രയും പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു ജിത്തു. എന്താടാ നിന്റെ മുഖം വല്ലാതെ? അവൾ മറ്റെന്തെങ്കിലും പറഞ്ഞോ? ശിവൻ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. എനിക്ക് അയാളെ ഒന്ന് കാണണം, ഗൗരവത്തോടെ ജിത്തു പറയെ എല്ലാവരും അവനെ ഒന്ന് നോക്കി. ആരെ? കേശവനെയോ? രവിയുടെ വകയായിരുന്നു ചോദ്യം. അതെ, ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്ന് എൻ്റെ പെണ്ണിനെ സങ്കടപ്പെടുത്തി തിരിച്ചു പോയ മഹാനെ ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം? ജിത്തു തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും വരാം നിന്റെ കൂടെ. ജിത്തു പറഞ്ഞു തീർന്നതും ശിവൻ പറഞ്ഞു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുവാണെന്ന് പറഞ്ഞ് പൊന്ന മോളെയും എനിക്കൊന്ന് കാണണം. മുന്നിലിരിക്കുന്നത് തൻ്റെ അച്ഛനാണെന്ന് ഒരു നിമിഷം ജിത്തു മറന്നിരുന്നു. പക്ഷേ അവസ്ഥ ആയതുകൊണ്ട് രവിയും അതോർത്തില്ല. ജിത്തു ഡാ, എന്നാലും നീ ഒറ്റയ്ക്ക്? ശിവൻ വീണ്ടും അവനോടായി പറഞ്ഞു. ഒറ്റയ്ക്ക് പോണോ അളിയ എനിക്ക്? അല്ലെങ്കിലും ചേച്ചിക്ക് ഈ സമയത്ത് അളിയൻ്റെ പ്രസൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. അത്രയും പറഞ്ഞ് ജിത്തു എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. പിന്നാലെ ശിവനും. ശിവനെ ഒന്ന് നോക്കി അവൻ ബൈക്കിലേക്ക് കയറി ഓടിച്ചുപോയി. ലക്ഷ ഉണരുമ്പോൾ നേരം നന്നേ ഇരുട്ടിയിരുന്നു. അവൾ ചുറ്റും ഇന്ദ്രനായി കണ്ണുകൊണ്ട് പരതി. എന്നാൽ അടുത്ത് അവനില്ലെന്നറിഞ്ഞവൾ ചാടി എണീറ്റു. ഇന്ദ്രേട്ടാ? പേടിയോടെ ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ചു. എങ്കിലും തിരികെ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നത് അവളിൽ ഭീതി ഉണർത്തി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡിൽ നിന്നും താഴേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങവേ കണ്ണിൽ ഇരുട്ട് പടർന്നുവെങ്കിലും നിലത്തേക്ക് വീഴും മുമ്പ് അവൾ ബെഡിലേക്ക് തന്നെ കിടന്നു. എന്താ ആമി? ലക്ഷയുടെ ഉറക്കെയുള്ള വിളി കേട്ട് മുറിയിലേക്ക് ഓടി വന്ന ദൈവ കാണുന്നത് ബെഡിൽ ബോധമില്ലാതെ കിടക്കുന്നവളെയായിരുന്നു. ആമി? ടേബിളിലിരുന്ന വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചുകൊണ്ട് ദേവി വിളിക്കെ പിടഞ്ഞുകൊണ്ട് കണ്ണു ചിമ്മി തുറന്നു ലക്ഷ. ആമി? അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കുന്നത് കണ്ടതും ദേവ വിളിച്ചു. ചേച്ചി, എൻ്റെ ഇന്ദ്രേട്ടൻ എവിടെ? ചാടി എഴുന്നേറ്റുകൊണ്ട് അവൾ ദേവയോടായി ചോദിച്ചു. താഴെ ഉണ്ടാകും മോളെ. എന്താ? ദേവ പരിഭ്രമത്തോടെ ചോദിച്ചു. അറിയില്ല, എനിക്കെന്തോ പേടിയാവുന്നു എൻ്റെ ഇന്ദ്രേട്ടൻ. പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കവേ അവൾ പറഞ്ഞു. അത് അയാൾ മോളോട് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാ. മോൾ അത് തന്നെ ഓർത്തിട്ടാ. മോൾ അതൊക്കെ മറന്നു കളയ്. ജിത്തുവിനെ മോൾക്കറിയില്ലേ? ദേവ ചോദിക്കെ അവൾ തലയാട്ടിക്കൊണ്ട് അവളോടൊപ്പം നടന്നു. ചേച്ചി? സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങവേ വീണ്ടും കണ്ണിൽ ഇരുട്ട് പടരാൻ തുടങ്ങി അവൾക്ക്. പരിങ്ങലേറെയുള്ള അവളുടെ വിളി കേൾക്കെ ദേവ തലചരിച്ചു നോക്കി. എന്താടാ? എന്താ ആമി? ദേവ ചോദിച്ചു തീരും മുന്നേ അവൾ താഴേക്ക് ഊർന്നു പോയി വീഴും മുമ്പ് ദേവ അവളെ താങ്ങിയിരുന്നു. അയ്യോ സഞ്ജുവേട്ടാ! ദേവ പേടിയോടെ ഉറക്കെ വിളിച്ചു. എന്താ മോളെ? പെട്ടെന്ന് ദേവയുടെ അലർച്ച കേട്ടതും ഞെട്ടിക്കൊണ്ട് ഹാളിലിരുന്നവ മുകളിലേക്ക് ഓടി വന്നു. ആമി തലചുറ്റി വീണു. അവൾ പറയെ ശിവൻ ലക്ഷയെ തൂക്കിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി. ഇന്ദു അപ്പോഴേക്കും അവളെ പരിചരിക്കുന്ന ഡോക്ടർ ഇന്ദിരയെ വിളിച്ചിരുന്നു. ഉടനെ വരാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. ശിവൻ സംശയത്തോടെ അവളെ നോക്കി. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ലക്ഷമോൾക്കൊരു ക്ഷീണം പോലെ. എന്തായാലും ഡോക്ടർ വരട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അത്രയും പറഞ്ഞ് ഇന്ദു സോഫയിലേക്കിരുന്നു. അല്പം കഴിഞ്ഞതും ഡോക്ടർ എത്തിയിരുന്നു. ലക്ഷയെ പരിശോധിക്കാൻ നേരം എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു ഇന്ദിര. ശിവൻ ഇന്ദ്രനെ ഫോണിൽ ട്രൈ ചെയ്തെങ്കിലും റിങ് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. 10-15 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. എല്ലാവരും ആകാംക്ഷയോടെ ഡോക്ടറെ തന്നെ നോക്കി. ഡോക്ടർ, മോൾക്ക്? സഞ്ജു ഡോക്ടറോടെ ചോദിച്ചു. കൺഗ്രാറ്റുലേഷൻസ്, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. ആരാ ഹസ്ബൻഡ്?
ഡോക്ടർ ചിരിയോടെ ചോദിക്കെ എല്ലാവരിലും പുഞ്ചിരി വിരിഞ്ഞു. ജിത്തു ഇവിടെ അല്ല ഡോക്ടർ, പുറത്തു പോയേക്കുവാണ്. അവൻ തിരികെ എത്താൻ അല്പം വൈകും. ശിവൻ മറുപടി നൽകി. ആ ഓക്കെ, വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. കുറച്ച് കാര്യങ്ങൾ അയാളോട് പറയേണ്ടതുണ്ട്. പിന്നെ നാളെ തന്നെ ആ കുട്ടിയെ ചെക്കപ്പിന് കൊണ്ടുവന്നോളൂ. ഓക്കെ? ഡോക്ടർ ചിരിയോടെ പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. ഡോക്ടറെ കണ്ടതും ഇന്ദു അവരുടെ അടുത്തേക്ക് ചെന്നു.